എടാ, ഇത് ഞാനാ ഇഹാൻ. ആടാ, പറഞ്ഞു. എന്താ കാര്യം? ഞാനടാ US കയറി. പെട്ടെന്നായോണ്ട് ആരോടൊന്നും പറയാൻ പറ്റിയില്ല. അതെന്ത് പറ്റിയടാ പെട്ടെന്ന്? ഒന്ന് പറഞ്ഞ പോലും ഇല്ലല്ലോ. അത് ഈ എന്തായാലും മെസ്സേജ് അയക്ക്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കട്ടോ. ഇത് ഞാൻ ചാർജിലിടാൻ പറഞ്ഞല്ലേ? അയ്യോ, ഞാനത് മറന്നുപോയി. അത് കുഴപ്പമില്ല, അതൊന്ന് സ്പീക്കർക്ക് ഇടുമോ? ആ വാതിലൊന്ന് അടച്ചിട്ട് പോവോ? ഹലോ, ഇതാരാ? ഹലോ ഹലോ, ഇതാരാണ്? ഇഹാനെ, ഇഹാനെ, തീ തന്നെയാണോ? ഈ പോയില്ലേ? നമ്പർ കണ്ടപ്പോ മനസ്സിലായി. അങ്ക് സുഖല്ലേ? ജിയാന, എന്നിട്ട് ഉമ്മാക്കും മാളൂനും സുഖാണോ? സുഖം. ഞാൻ അവരെ വിട്ടു പോകുന്നുണ്ട്. അവർക്കെല്ലാം വിഷമമുണ്ട്. പക്ഷേ അത് എൻ്റെ അടുത്ത് കാണിക്കുന്നില്ല. US-ലാണല്ലേ? നാളെയല്ലേ കല്യാണം. ഈ എൻ്റെ ഫുട്ബോളൊക്കെ നിർത്തിയോ? ഉപ്പ മരിച്ച ശേഷം വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. അങ്കിൾ വഴി ജോലി സെറ്റായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം കയറി. നമ്മളൊരിക്കലും ഒന്നിക്കേണ്ട ആൾക്കാരായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ സിറ്റുവേഷൻസ് ഒന്നും ഇങ്ങനെ ആവില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കണമായിരുന്നു നല്ലത്. കാരണം നമ്മൾ കാരണം വേറെ ആരും വിഷമിക്കുന്നില്ലല്ലോ. നമ്മൾ തമ്മിൽ അറിയാത്ത ആൾക്കാരായിരുന്നില്ലേ. അതിനുശേഷം കുറേ കാര്യങ്ങൾ സംഭവിച്ചു. പിന്നെ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ. ഇതന്നല്ലേ ജീവിതം. നമ്മൾ ചിലപ്പോൾ സൂര്യൻ്റെ ചന്ദ്രൻ പോലെ ആയിരിക്കും. അവർക്ക് തമ്മിൽ ഒരിക്കലും കാണാൻ കഴിയില്ല. ആ മസീർ തന്നെ ആയിരിക്കും നമുക്കും. ഇഹാനെ, ഇതൊക്കെ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? വിഷമിച്ചെന്നാ നമ്മൾ രണ്ടുപേരും ജീവിതത്തിൽ തോറ്റുപോകും. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ജിയാന, നിനക്കെപ്പോഴും പ്രകാശവും നിലാവും ദൂരങ്ങളായി മാറി. ഒരു ആകാശത്തിൽ പോലും കാണാതെയായി.
ഹൃദയം മാത്രം